നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തേർഡ് മോഡ്യൂൾ തുടങ്ങി അല്ലേ? തേർഡ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോറേജ് ഹെഡ് വർക്കിനെ കുറിച്ചാണ്. അപ്പോൾ സ്റ്റോറേജ് ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡാം, കാര്യമായിട്ട് ഡാംസ് അല്ലേ? വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രക്ചർ. ഇപ്പൊ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിൽ നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് ഡാമിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ കുറെ ടൈപ്സ് ഓഫ് ഡാം ഒക്കെ കണ്ടു, കുറെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു, റിജിഡ്, നോൺ റിജിഡ് ഡാംസ് അല്ലേ? പിന്നെ അതുപോലെ ഏത് പർപ്പസ് ആണ്, എന്ത് കാര്യത്തിനാണ് ആ ഡാം ഉണ്ടാക്കിയത് എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. സ്റ്റോറേജ് ഡാം, ഡൈവേർഷൻ ഡാം, ഡിറ്റൻഷൻ ഡാം അല്ലേ? വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനാണോ, അതോ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാനാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലഡിന്റെ സമയത്ത്, എക്സസ് റെയിൻഫോൾ വരുന്ന സമയത്ത് താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഡാം ആണോ? അതാണ് പർപ്പസ് സെർവ്ഡ്. പർപ്പസ്, എന്ത് പർപ്പസിനാണ് ആ ഒരു ഡാം ഉണ്ടാക്കിയത് എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലേ? പിന്നെ അതുപോലെ ബേസ്ഡ് ഓൺ ദ ഹൈഡ്രോളിക് ഡിസൈൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. അതായത് ആ നമ്മുടെ ക്രസ്റ്റ്, വിയറിന്റെ മുകൾ ഭാഗം, അതിനെയാണ് ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പൊ ആ ക്രസ്റ്റിന്റെ മുകളിലൂടെ ഒഴുകുന്നതാണെങ്കിൽ നമ്മൾ എന്ത് വിളിച്ചു? ഓവർഫ്ലോ ഡാം. ക്രസ്റ്റിന്റെ മുകളിലൂടെ വെള്ളം ഓവർഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഓവർഫ്ലോ ഡാംസ് എന്ന് വിളിക്കുക. അതുപോലെ ഓവർഫ്ലോ ചെയ്യാത്ത ഡാംസിനെയാണ് നോൺ ഓവർഫ്ലോ ഡാംസ്. അങ്ങനെ രണ്ടായി വീണ്ടും തരംതിരിച്ചു. പിന്നെ നമ്മൾ സ്റ്റെബിലിറ്റിന്റെ ബേസിസിലും ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലേ? എങ്ങനെയാണ് ആ ഒരു ഡാം സ്റ്റേബിൾ ആയി നിൽക്കുന്നത്? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? ആർച്ച് ഡാം, ബട്രസ് ഡാം, ഗ്രാവിറ്റി ഡാം. അങ്ങനെ മൂന്നായിട്ട് അല്ലേ? ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പോൾ അതിന്റെ സെൽഫ് വെയിറ്റ് കൊണ്ട് തന്നെ അതവിടെ നിൽക്കും. ആ വരുന്ന വെള്ളത്തിന്റെ പ്രഷറിനെ തടയാൻ സാധിക്കും. പിന്നെ അതുപോലെ ആർച്ച് ഡാം, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്ത് ഷേപ്പാണ് ആ ഡാം? ആർച്ച് ഷേപ്പിലുള്ള ഡാം അല്ലേ? അപ്പൊ ആർച്ച്, ഞാൻ പറഞ്ഞു ആർച്ച് ഷേപ്പാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പാണത്. ആർച്ച് ഷേപ്പ് നല്ല സ്ട്രെങ്ത്തിൽ കൂടുതൽ ലോഡ് താങ്ങാൻ പറ്റുന്ന ഒരു ഷേപ്പാണ്. അപ്പൊ ഈ ആർച്ച് ആക്ഷൻ എന്ന് പറയുന്നത് ഈ വരുന്ന ലോഡിനെ മുഴുവൻ ആ സൈഡിലേക്ക്, ആ ആർച്ചിന്റെ സൈഡിലേക്ക്, എംബാങ്ക്മെന്റിലേക്ക് കൊടുക്കും. എന്നിട്ടാണ് ആ എംബാങ്ക്മെന്റ് ആണ് പിന്നെ അത് ഫൗണ്ടേഷനിലേക്കൊക്കെ കൊടുക്കുന്നത്. അതാണ് ആർച്ച് ആക്ഷൻ. പിന്നെ ബട്രസ് ഡാം ആയിരുന്നു. ബട്രസ് ഡാം എന്ന് വെച്ചാൽ നമ്മള് സൈഡിൽ ഒരു സ്ലോപ്പ് കൊടുക്കും. അപ്പൊ ആ ഒരു സ്ലോപ്പിന്റെ മുകളിലാണ് അത് നിൽക്കുന്നത്, ആ സ്ട്രക്ചർ നിൽക്കുന്നത് അല്ലേ? ഒരു സപ്പോർട്ടിങ് പോലെ നമ്മളൊരു സ്ലോപ്പിംഗ് കോമ്പണന്റ് കൊടുക്കും. അതാണ് ബട്രസ്. അത് ബട്രസ് ഡാം. പിന്നെ അതുപോലെ നമ്മൾ ഈ ഗ്രാവിറ്റി ഡാമിനെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിരുന്നു. ലോ ഡാം, ഹൈ ഡാം അല്ലേ? ഓക്കെ, ലോ ഡാം എന്ന് വെച്ചാൽ സിമ്പിൾ ആണ് കാണാൻ, നമ്മുടെ പ്രൊഫൈൽ, എലിമെന്ററി പ്രൊഫൈലിൽ തന്നെ ഉണ്ടാക്കിയതാണ് ലോ ഡാം. നേരെ മറിച്ച് ഹൈ ഡാം എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആയിരിക്കും അല്ലേ? അവിടെ സ്ട്രെസ്സസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അത് താങ്ങാൻ വേണ്ടി നമ്മുടെ ഡിസൈൻ നമ്മൾ അതിനനുസരിച്ച് മാറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതാണ് നമ്മൾ ഇന്നലെ നോക്കിയത്. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ റിസർവോയർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് നമ്മളൊരു റിസർവോയർ ഉണ്ടാക്കാൻ പോവാണ്, അതായത് ഒരു ഡാം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് എവിടെ ഉണ്ടാക്കണം, നമ്മളൊരു സൈറ്റ് എടുക്കണമല്ലോ, അതിനനുസരിച്ച് പറ്റിയൊരു സൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ആ ഡാം വെക്കാൻ ഒരു സൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ
വേണ്ടിയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് അത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ മൂന്നായിട്ട് തിരിക്കുകയാണ്. ജിയോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കണം, അതായത് അവിടുത്തെ മണ്ണിന്റെ നേച്ചർ പ്രോപ്പർട്ടീസ് നോക്കണം. പിന്നെ ടോപ്പോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്, അതായത് ആ ഭൂമി എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ വാലി ആണോ അതോ മൗണ്ടേനിയസ് ഏരിയ ആണോ അങ്ങനെ, അതോ പ്ലെയിൻ ഏരിയ ആണോ, അതൊക്കെ നോക്കണം. പിന്നെ അതുപോലെ വേറെ കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് ഓരോന്നായി നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ജിയോളജിക്കൽ ഫാക്ടേഴ്സ്. ഇപ്പൊ ജിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. റിസർവോയർ കാച്ച്മെന്റ് മസ്റ്റ് നോട്ട് ഹാവ് ലൂസ് സോയിൽ കവർ. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സൈറ്റ്, ആ ഒരു റിസർവോയർ കാച്ച്മെന്റ്, ആ ഒരു ഏരിയ, വെള്ളം ലഭിക്കുന്ന ഏരിയ, അവിടുത്തെ സോയില് എന്താവരുത്, ലൂസ് സോയിൽ ആവരുത്. ലൂസ് സോയിൽ ആയാൽ എന്താ പറ്റുക, വെള്ളം വന്നാൽ ആ സോയില് ആ വെള്ളത്തിന്റെ കൂടെ അങ്ങ് ഒഴുകിപ്പോവും അല്ലേ. അപ്പൊ ലൂസ് സോയിൽ ആവരുത്, നേരെ മറിച്ച് ഫേം സോയിൽ ആയിരിക്കണം. ഫേം എന്ന് വെച്ചാൽ അവിടെ തന്നെ നിൽക്കുന്ന സോയിൽ ആയിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ ഏരിയ ഓഫ് ദ റിസർവോയർ ഷുഡ് ബി ഫാർ അവേ ഫ്രം ദ എർത്ത് എപ്പിസെന്റർ. അതായത് എർത്ത് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ അടുത്താവരുത്, കുറെ ദൂരേക്കായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫാർ അവേ ഫ്രം ദ എർത്ത് എപ്പിസെന്റർ. എർത്ത് വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് കുറെ വിട്ടിട്ടായിരിക്കണം. പിന്നെ റിസർവോയർ ബെഡ് ഷുഡ് ബി ഇംപെർമിയബിൾ ആൻഡ് ഷുഡ് നോട്ട് അലൗ ക്വിക്ക് പെർക്കുലേഷൻ ഓഫ് സ്റ്റോർഡ് വാട്ടർ. അതായത് ആ റിസർവോയറിന്റെ ബെഡ്, അതായത് താഴ്ഭാഗം, അടിഭാഗം അല്ലെ, ആ ഒരു റിസർവോയറിന്റെ അടിഭാഗത്തുള്ള സോയില് ഇംപെർമിയബിൾ ആയിരിക്കണം. എന്താണ് ഇംപെർമിയബിൾ? വെള്ളം ഗ്രൗണ്ടിലേക്ക് ഒലിച്ചു പോവാൻ പാടില്ല, തടഞ്ഞു നിർത്തണം അല്ലെ. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് അലൗ ക്വിക്ക് പെർക്കുലേഷൻ ഓഫ് സ്റ്റോർഡ് വാട്ടർ. അപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് പെട്ടെന്ന് ഒഴുകി പോകാൻ പാടില്ല, അങ്ങനത്തെ ഒരു സോയിൽ ആയിരിക്കണം. പിന്നെ സോയിൽ ഇൻ ദ റിസർവോയർ ഏരിയ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി ടൈപ്പ് ഓഫ് ഹാർംഫുൾ സോൾട്ട്. അപ്പൊ ആ ഒരു ഭാഗത്തുള്ള സോയില് എന്തായിരിക്കണം, ഹാർംഫുൾ, അതായത് ചീത്ത സോൾട്ടുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഹാനികരമായിട്ടുള്ള സോൾട്ട് കണ്ടന്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പിന്നെ അതുപോലെ റിസർവോയർ സൈറ്റ് ഷുഡ് നോട്ട് ബി ലൈങ് ഓവർ ആൻ എക്സസീവ്ലി ഫോൾട്ടഡ് റോക്ക്. അതായത് ഈ ഫോൾട്ടഡ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ചേർഡ് റോക്കാണ്. അതായത് ആ റോക്കിന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള ഒരു റോക്കാണ് ഫോൾട്ടഡ് റോക്ക്. അപ്പൊ ഈ ഫോൾട്ടഡ് റോക്ക് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ചെറിയൊരു എർത്ത് മൂവ്മെന്റ് വന്നാൽ അവിടെ എർത്ത് ക്വേക്ക് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളാണ്. പിന്നെ ഈ ഒരു ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ഒരു റോക്കാണ്, നല്ല പാറയല്ല. അപ്പൊ അങ്ങനത്തെ റോക്കിന്റെ മുകളിൽ റിസർവോയർ സൈറ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ടോപ്പോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്. ടോപ്പോഗ്രാഫിക്കൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്? The reservoir basin should be wide above the dam site to facilitate more storage of water. അപ്പോൾ റിസർവോയർ ബേസിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ബേസിൻ ഷുഡ് ബി വൈഡ്, നല്ല വീതി ഉണ്ടായിരിക്കണം. വീതി ഉണ്ടെങ്കിൽ എന്താണ്, കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ കുറച്ച് വീതി കൂടിയ സ്ഥലമാണെങ്കിൽ നല്ലത്. The reservoir should have a steep side slope to provide maximum storage. അപ്പോൾ ഒരു സ്റ്റീപ്പ് സൈഡ് സ്ലോപ്പ് ആയിരിക്കണം. അതായത് സ്റ്റീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വെർട്ടിക്കൽ പോലെ. അപ്പൊ സ്റ്റീപ്പ് വെർട്ടിക്കൽ അല്ല, പക്ഷെ വെർട്ടിക്കലിനോട് അടുത്ത് നിൽക്കുന്ന, അപ്പൊ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്ലോപ്പ് ആണെങ്കിൽ കൂടുതൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ the basin of the reservoir should have narrow outlet which will reduce the cost of construction of the dam. അതായത് ഈ ഒരു റിസർവോയറിന്റെ ഔട്ട്ലെറ്റ്, നമ്മുടെ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് പോകുന്ന ആ ഒരു ഭാഗം
അതായത് നമ്മൾ വിയർ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സെക്ഷൻ, ആ സെക്ഷൻ നാരോ ആയിരിക്കണം. മനസ്സിലായോ? അത് നാരോ ആയി കഴിഞ്ഞാലേ എന്ത് പറ്റൂ, നമുക്ക് ചെറിയ വിയർ ഉണ്ടാക്കിയാൽ മതി അല്ലേ? അപ്പൊ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മനസ്സിലായോ? നമ്മുടെ റിസർവോയർ ബേസിൻ വൈഡ് ആയിരിക്കണം. ഓക്കെ, റിസർവോയർ ബേസിൻ നമ്മൾ മെയിൻ കൺസിഡർ ചെയ്യുന്ന റിസർവോയർ ബേസിൻ വൈഡ് ആയിരിക്കണം. പക്ഷേങ്കിൽ ഔട്ട്ലെറ്റ്, നമ്മൾ ആ വിയർ, നമ്മുടെ പുഴയ്ക്ക് കുറുകെ ഉണ്ടാക്കുന്ന വിയർ, അപ്പൊ ആ ഒരു സെക്ഷൻ നാരോ ആയിരിക്കണം. എന്നാൽ നമുക്ക് അത്രയും വിയർ ചെറുതായി ഉണ്ടാക്കിയാൽ മതി അല്ലെ? ചെറിയ വിയർ മതി. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ അടുത്ത അതർ മിസലേനിയസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. റിസർവോയർ ഓക്യുപ്പേഷൻ ഷുഡ് നോട്ട് സബ്മർജ് വാല്യുബിൾ ലാൻഡ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ്. അപ്പൊ വാല്യുബിൾ ലാൻഡ്, ബാക്കി അടുത്തുള്ള എന്താണ് ഭൂമിയൊന്നും സബ്മേർജ്ഡ് ആവാതെ നോക്കണം. അതായത് വെള്ളത്തിന്റെ അടിയിൽ പെടാതെ നോക്കണം. വാല്യുബിൾ ലാൻഡ് അതായത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സ്ഥലങ്ങൾ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഒക്കെ, അതൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്നതാണ് അല്ലെ? അപ്പൊ അങ്ങനത്തെ ലാൻഡ് ഒക്കെ പ്രത്യേകിച്ചും ഈ ഒരു റിസർവോയർ എന്താ വെള്ളം സബ്മേർജ്ഡ് ആവാതെ നോക്കണം. The reservoir site should not be too far away from the irrigable land, irrigable area. അതായത് ഇപ്പൊ നമ്മളൊരു റിസർവോയർ ഉണ്ടാക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത്? ഒന്നെങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെ, അല്ലെങ്കിൽ കനാലിലേക്ക് കൊടുക്കാൻ അല്ലെ? നമ്മൾ പഠിച്ചു സ്റ്റോറേജ് ഉണ്ട്, ഡിറ്റൻഷൻ റിസർവോയർ ഡാംസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഡൈവേർഷൻ ഡാംസും ഉണ്ട്. അപ്പൊ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ കനാലിലേക്ക് നമ്മൾ എന്തിനാ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്? ഇറിഗേറ്റ് ചെയ്യാൻ അല്ലെ? അടുത്തുള്ള പാടങ്ങളൊക്കെ ഇറിഗേറ്റ് ചെയ്യാൻ, വെള്ളം കൊടുക്കാൻ. അപ്പൊ ആ പാടങ്ങളുടെ അടുത്താണ് ഈ ഡാം എങ്കിൽ നമുക്ക് അത്രയും കനാലിന്റെ ലെങ്ത് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ എത്രയും നമുക്ക് ആ ഒരു ഫീൽഡിന് അടുത്താണോ റിസർവോയർ അത്രയും നല്ലത് അല്ലേ? പിന്നെ അതുപോലെ കാച്ച്മെന്റ് ഏരിയ ഓഫ് ദ റിസർവോയർ ഷുഡ് പ്രൊഡ്യൂസ് ഗുഡ് ആൻഡ് മാക്സിമം റൺ ഓഫ്. അതായത് ഈ ഒരു കാച്ച്മെന്റ് ഏരിയ, നമ്മുടെ റിസർവോയറിന്റെ കാച്ച്മെന്റ് ഏരിയ എന്നാൽ നമുക്ക് വെള്ളം ലഭിക്കാവുന്ന സ്ഥലം, ആ ഒരു റിസർവോയറിന് വെള്ളം കിട്ടാവുന്ന പ്രദേശം, ആ ഒരു പ്രദേശം എങ്ങനെയായിരിക്കണം? അവിടെ നല്ല റൺ ഓഫ് ഉള്ള സ്ഥലമായിരിക്കണം. അതായത് ഭൂമിയുടെ മുകളിലൂടെ അല്ലെങ്കിൽ താഴെ ഭൂമിയുടെ അടിയിലൂടെ വെള്ളം ഒഴുകി വരണം, അല്ലാതെ ഭൂമിയുടെ അടിയിലേക്ക് പോകരുത്. റിസർവോയറിലേക്ക് വെള്ളം വന്ന് ചേരുന്ന സ്ഥലങ്ങളായിരിക്കണം. ഓക്കെ, അതാണ് റൺ ഓഫ് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അല്ലാതെ ആ ഒരു ഭാഗത്ത് വെള്ളം ഭൂമിയിലേക്ക് എബ്സോർബ് ആയി എടുത്തു കഴിഞ്ഞാൽ, പെർക്കുലേറ്റ് ചെയ്ത് ഭൂമിയുടെ അടിയിലേക്ക് പോവാന്ന് വെക്കാം, അങ്ങനെയാണെങ്കിൽ റിസർവോയറിലേക്ക് വെള്ളം വരില്ല അല്ലെ? അപ്പൊ അവിടെ ഒരു സ്റ്റോറേജ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ റൺ ഓഫ് ഉള്ള കാച്ച്മെന്റ് ഏരിയ ആയിരിക്കണം റിസർവോയറിന് ചുറ്റും ഉള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് നമ്മളൊരു റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് നമ്മൾ നോക്കി. ഇനി അടുത്തത് അവിടെ നടത്തേണ്ട സർവേ, അതുപോലെ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് സർവേസ് ആർ റിക്വയർഡ് ഫോർ ദ റിസർവോയർ ആൻഡ് ഡാംസ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളൊരു സൈറ്റ് കണ്ടുപിടിച്ചു. ആ സൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ സൈറ്റില് എന്തൊക്കെ പോയി നോക്കണം, എന്തൊക്കെ സർവേ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെക്കഗ്നൈസൻസ് അല്ലെ? നിങ്ങൾ സർവേയിൽ പഠിച്ചിട്ടുള്ളതാണ്. റെക്കഗ്നൈസൻസ് ഈ വാക്ക് പുതിയതല്ലല്ലോ അല്ലെ? റെക്കഗ്നൈസൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി നോക്കുക. ജസ്റ്റ് എന്താ പറയാ, നമ്മൾ എക്യുപ്മെന്റ്സ് ഒന്നും എടുക്കാതെ ആ സ്ഥലത്ത് വെറുതെ പോയി ഒന്ന് നോക്കുക. എങ്ങനെയാണ് ആ സ്ഥലം, പറ്റുമോ എന്നുള്ളതൊക്കെ
ആദ്യം ഒന്ന് പോയി നോക്കുന്നതിനെയാണ് റെക്കഗ്നൈസൻസ് എന്ന് പറയാം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ സർവേ ചെയ്യും. ആദ്യം പ്രൈമറി സർവേ ചെയ്യും. പ്രൈമറി സർവേയിൽ എന്തൊക്കെയാ വരിക? എഞ്ചിനീയറിംഗ് സർവേ, ജിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ, അതായത് മണ്ണൊക്കെ, അവിടുത്തെ മണ്ണിനെ കുറിച്ച് പഠിക്കും. പിന്നെ അവിടുത്തെ വെള്ളം ലഭിക്കുന്നത് എങ്ങനെയാണ്, അവിടുത്തെ വാട്ടർ ടേബിൾ എങ്ങനെയാണ്, അങ്ങനത്തെ അവിടുത്തെ റെയിൻഫോൾ എത്രത്തോളമാണ്, അങ്ങനെ ഹൈഡ്രോളജിക് സർവേ ചെയ്യും അല്ലെ, വെള്ളത്തിനെ കുറിച്ച് പഠിക്കും. ആ ഭാഗത്ത് ലഭിക്കാവുന്ന വെള്ളത്തിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കും. അതാണ് ഹൈഡ്രോളജിക് സർവേ. പിന്നെ ആ ഒരു പ്രൈമറി സർവേ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അപ്പൊ ഇതാണ് മെയിൻ 3 സ്റ്റെപ്സ്: റെക്കഗ്നൈസൻസ്, പ്രൈമറി സർവേ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഇത് നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പൊ ആദ്യം റെക്കഗ്നൈസൻസ്. റെക്കഗ്നൈസൻസിൽ എന്താ ചെയ്യുന്നത്? To find out the number of sites where storage of water is possible. അപ്പൊ നമുക്ക് എത്ര സൈറ്റുകൾ ഉണ്ട് നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാവുന്നത് എന്നുള്ളത് നോക്കി വെക്കും. നമ്പർ ഓഫ് സൈറ്റ്സ് നോക്കി വെക്കും. എന്നിട്ട് ഇൻസ്പെക്ഷൻ ഓഫ് ദ റീജിയൻ ഇസ് ഡൺ ജസ്റ്റ് ഫിസിക്കലി വിത്തൗട്ട് യൂസിങ് ഇൻസ്ട്രുമെന്റ്സ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻസ്പെക്ഷൻ ഓഫ് ദ റീജിയൻ ഇസ് ഡൺ ജസ്റ്റ് ഫിസിക്കലി. നമ്മൾ പോയി നോക്കുക അല്ലെ, ഇവിടെ നിന്ന് നോക്കുക എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നോക്കുക, വിത്തൗട്ട് യൂസിങ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ അവിടെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ വെറുതെ പോയി നിന്ന് നോക്കുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു സ്റ്റഡി ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡിഫറെന്റ് സൈറ്റ്സ്. എന്നിട്ട് ഓരോ സൈറ്റിന്റെയും എന്താണ് അവിടുത്തെ ഗുണങ്ങള്, എന്താണ് അവിടെ വരാവുന്ന ദോഷങ്ങളെന്ന് നോക്കി മനസ്സിലാക്കുക അല്ലെ. അവിടുത്തെ മെറിറ്റ്സ്, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കുക ഓരോ സൈറ്റിന്റെയും. പിന്നെ നമ്മൾ പ്രൈമറി സർവേ ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കുന്നതോട് കൂടി നമുക്കൊരു സ്ഥലം നമുക്ക് ഫിക്സ് ആക്കാം. ഏതാണ് ഏറ്റവും മെറിറ്റ് കൂടിയ സ്ഥലം, അഡ്വാൻറ്റേജ് കൂടിയ സ്ഥലം നമ്മൾ അങ്ങ് തീരുമാനിക്കും. എന്നിട്ട് പ്രൈമറി സർവേ നടത്തും ആ ഒരു സ്ഥലത്ത്. അപ്പൊ അവിടെ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് മേ ഹാവ് ടു ബി ഡൺ ഇൻ പ്രൈമറി സർവേ. പ്രൈമറി സർവേയിൽ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് സർവേ, ജിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ, ഹൈഡ്രോളജിക് സർവേ. ഇത് മൂന്നും ആ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച സൈറ്റിൽ നമ്മൾ ചെയ്യും. അപ്പൊ എഞ്ചിനീയറിംഗ് സർവേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലെയിൻ ടേബിൾ സർവേ, ട്രാവേഴ്സ് സർവേ, ഏരിയൽ സർവേ എക്സെട്ര. പ്ലെയിൻ ടേബിൾ സർവേ അറിയാലോ നിങ്ങൾക്ക്, പ്ലെയിൻ ടേബിളിൽ ചെയ്യാം അല്ലേ, ആ ഒരു ഏരിയ ഒക്കെ മെഷർ ചെയ്യാൻ പ്ലെയിൻ ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പിന്നെ ഏരിയൽ സർവേ എന്താണ്? ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കുക അല്ലേ, മുകളിൽ നിന്ന് ഒരു ക്യാമറ ഉപയോഗിച്ചോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സ്ഥലത്തെ ഫോട്ടോ എടുക്കും. അതാണ് ഏരിയൽ സർവേ. എന്നിട്ട് അതിനെ കുറിച്ച് പഠിക്കും. അപ്പൊ മെയിൻ ആയിട്ട് ഈ എഞ്ചിനീയറിംഗ് സർവേന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ഒബ്ജക്റ്റീവ് ടു പ്രിപ്പയർ എ കോണ്ടൂർ മാപ്പ് ഓഫ് ദ സൈറ്റ്. അപ്പൊ നമുക്കുള്ള സൈറ്റിന്റെ കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കുക. അതാണ് എഞ്ചിനീയറിംഗ് സർവേന്റെ പ്രധാന ഉദ്ദേശം. കോണ്ടൂർ മാപ്പ് ഉണ്ടാക്കുക. എന്താണ് കോണ്ടൂർ മാപ്പ്? ഒരേ ഹൈറ്റിലുള്ള, അതായത് ഒരേ എലിവേഷനിലുള്ള പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോണ്ടൂർ എന്ന് വിളിക്കുക അല്ലെ. ഒരേ എലിവേഷനിലുള്ള പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ടുള്ള ലൈൻ, അതാണ് കോണ്ടൂർ. അപ്പൊ അങ്ങനത്തെ കുറെ ലൈൻസ് ഉണ്ടായിരിക്കും. പല എലിവേഷനിലും ഉള്ള ലൈൻസ് നമ്മൾ ഒരു പേപ്പറിൽ വരയ്ക്കുകയാണ്. അതാണ് കോണ്ടൂർ മാപ്പ് അല്ലെ. അപ്പൊ ആ ഒരു സ്ഥലത്തെ കോണ്ടൂർ മാപ്പ് നമ്മൾ വരയ്ക്കും. If the area is plain, the contour interval may be about 2 meters. Plain area ആണെങ്കിൽ ആ കോണ്ടൂർ ഇന്റർവെൽ, അതായത് രണ്ട് കോണ്ടൂർ ലൈനുകൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? 2 മീറ്റർ കൊടുക്കും. പിന്നെ if the area is hilly, മലയോര പ്രദേശമാണെങ്കിൽ കോണ്ടൂർ ഇന്റർവെൽ may be 5 meter.
5 മീറ്റർ ഇടവിട്ടുള്ള എലിവേഷൻസ് ആണ് നമ്മൾ എടുക്കുക. പിന്നെ for a dam site, careful triangulation survey is very important. Here the contour interval may be kept at 1 meter. അപ്പൊ നമ്മുടെ ഒരു ഡാം സൈറ്റ് ഒക്കെ ഇപ്പൊ നമ്മളൊരു ഡാം ആണല്ലോ എടുക്കുന്നത്. അപ്പൊ ആ ഡാമിന്റെ സൈറ്റിനൊക്കെ ട്രയാങ്കുലേഷൻ സർവേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ട്രയാങ്കുലേഷൻ സർവേ ചെയ്യും. അതായത് ആ ഒരു എൻറ്റയർ ഏരിയനെ നമ്മൾ ട്രയാങ്കിൾസ് ആക്കി മാറ്റി സർവേ ചെയ്യും. ഓക്കെ, അപ്പൊ അതിൽ കൊടുക്കുന്ന കോണ്ടൂർ ഇന്റർവെൽ, അതിന്റെ കോണ്ടൂർ ഇന്റർവെല് 1 മീറ്റർ ഇന്റർവെല്ലിലാണ് നമ്മൾ കൊടുക്കുക. 1 മീറ്റർ ഇന്റർവെൽ, കാരണം കൂടുതൽ അക്യുറസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. So contour map once prepared will furnish necessary informations about water spread, lines of communication and capacity of reservoir. അതായത് നമ്മൾ ആ ഉണ്ടാക്കിയ കോണ്ടൂർ മാപ്പ് വെച്ച് നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് എടുക്കാം? അവിടെ നമുക്ക് എത്ര വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും അല്ലെ, വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഏത് വഴി ഏതാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ പറ്റിയ വഴി ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ ആ കപ്പാസിറ്റി, ആ റിസർവോയറിന്റെ കപ്പാസിറ്റി, ആ നേരത്തെ പറഞ്ഞ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കും അല്ലേ. പിന്നെ when the height up to which water is to be stored is decided from the contour map, the extent of area over which water will spread can be calculated accurately. അപ്പൊ നമുക്ക് ആ ഒരു ഹൈറ്റ് കണ്ടുപിടിച്ചാൽ, ഇത് തന്നെയാണ് പറയുന്നത്, ഹൈറ്റ് കണ്ടുപിടിച്ചാൽ വീണ്ടും നമുക്ക് എന്ത് പറയാം? എത്രത്തോളം വെള്ളം അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, എത്രത്തോളം വെള്ളം അതിന്റെ എന്താണ് ആ റിസർവോയറിന്റെ കപ്പാസിറ്റിയെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. The area enclosed by the contour can be measured by a planimeter. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സർഫസ് ഏരിയ, റിസർവോയറിന്റെ സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളൊരു ഇൻസ്ട്രുമെന്റ് പഠിച്ചിട്ടുണ്ടല്ലേ ഏരിയ കണ്ടുപിടിക്കാൻ. നമുക്ക് പ്ലാന് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? പ്ലാനിമീറ്റർ ഉപയോഗിച്ച്. അപ്പൊ നമുക്ക് കോണ്ടൂർസ് ഉണ്ട്, അപ്പൊ ആ കോണ്ടൂറിന്റെ മുകളിൽ കൂടെ നമ്മൾ ആ പ്ലാനിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കണ്ടുപിടിക്കാം നമുക്ക്. After knowing the area going to be submerged, land can be acquired accordingly, and from this the compensation to be paid to the landowners can be estimated correctly. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കും അല്ലെ, ആ ഒരു ഏരിയ എത്രത്തോളം ഏരിയ ഈ ഡാമിന്റെ അടിയിൽ പോവാൻ സാധ്യത ഉണ്ട്, സബ്മേർജ്ഡ് ആവാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആ ഒരു ലാൻഡ് നമുക്ക് ആ ഒരു ലാൻഡ് ഓണേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ സാധിക്കും, വാങ്ങി അതൊക്കെ റെഡിയാക്കി വെക്കാൻ സാധിക്കും അല്ലേ. അപ്പൊ അതാണ് എഞ്ചിനീയറിംഗ് സർവേ കൊണ്ടുള്ള ഉപയോഗം. പിന്നെ അടുത്തത് ജിയോളജിക്കൽ എക്സ്പ്ലോറേഷൻസ് ആണ്. Geological investigation costs little when compared to the total cost of the scheme. അപ്പൊ ജിയോളജിക്കൽ മണ്ണ് നോക്കുന്നത് ടോട്ടൽ പ്രൊജക്ട്, ഡാം ഉണ്ടാക്കാനുള്ള പ്രൊജക്ടിന്റെ ടോട്ടൽ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ജിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് വളരെ കുറവാണ് അല്ലെ, അതിന് വേണ്ട ചെലവ് വളരെ കുറവാണ്. അപ്പൊ അത് 2 സ്റ്റേജിലാണ് പൊതുവെ ചെയ്യാറ്. ഇറ്റ് ഈസ് ഡൺ ഇൻ 2 stages. എന്തൊക്കെയാണ്? സർഫസ് ഇൻസ്പെക്ഷൻ ആൻഡ് സർഫസ് മാപ്പിംഗ്. അതായത് ആദ്യം ഒന്ന് സർഫസ്, ആ സർഫസിലെ സോയിലിനെ ഇൻസ്പെക്ട് ചെയ്യും. പിന്നെ സബ് സർഫസ് എക്സ്പ്ലോറേഷൻ, അതായത് ഈ ഭൂമിന്റെ അടിയിലേക്ക് നമ്മൾ കുഴിച്ചു നോക്കി ആ അടിയിലെ സോയിലിനെ കുറിച്ച് പഠിക്കും. അപ്പൊ അത് 2 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറ്. ഒന്ന് സർഫസ് ഇൻസ്പെക്ഷൻ, പിന്നെ ഒന്ന് സബ് സർഫസ് എക്സ്പ്ലോറേഷൻ. സബ് സർഫസ് എക്സ്പ്ലോറേഷൻ എങ്ങനെയാ ചെയ്യുക? It is done by digging open trenches. നമ്മൾ കുഴിച്ച് ട്രെഞ്ചസ്, വലിയ കുഴി കുഴിക്കും. പിന്നെ അതുപോലെ കോർ ഡ്രില്ലിംഗ് into the sides of the valley. അതുപോലെ ഡ്രില്ലിംഗ്, പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് സർഫസ് എക്സ്പ്ലോറേഷൻ ചെയ്യാൻ. അപ്പോൾ 2 മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ എഴുതിയത്. ട്രെഞ്ചസ്, കുഴി കുഴിച്ചിട്ട്, പിന്നെ അതുപോലെ കോർ ഡ്രില്ലിംഗ്. അതൊക്കെ നിങ്ങൾ ഈ നിങ്ങളുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നതാണ്, കോർ ഡ്രില്ലിംഗ് ഒക്കെ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ നമുക്ക് മണ്ണ് പരിശോധിക്കാം.
പിന്നെ geological exploration gives valuable informations regarding water tightness of the basin. അപ്പോൾ എത്രത്തോളം വെള്ളം അത് ആ ഒരു സോയിലിന് പിടിച്ചു നിർത്താൻ സാധിക്കും. പിന്നെ nature of the rock formation, അവിടെ ഏത് ടൈപ്പ് ഓഫ് റോക്ക് ആണ് ഉള്ളത്. പിന്നെ depth of overburden, എത്രത്തോളം overburden soil ഉണ്ട്. എന്താണ് overburden soil എന്ന് വെച്ചാൽ? overburden soil എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷന്റെ മുകളിൽ നിൽക്കുന്ന സോയിൽ, അതിനെയാണ് overburden soil എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ overburden soil എത്രത്തോളം വരും. പിന്നെ presence of faults, fissures, joints, etc. ഏതെങ്കിലും റോക്കിന് ഫ്രാക്ചർ വന്നിട്ടുണ്ടോ, അവിടെ എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാം. പിന്നെ subsurface properties at various depth, ഓരോ ഡെപ്തിലും 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, അങ്ങനെ ഓരോ ഡെപ്തിലും സോയിലിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. പിന്നെ അവൈലബിലിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ലോക്കലി, ലോക്കൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ. പിന്നെ അവിടുത്തെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ കണ്ടീഷൻസ്, ആ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ഗ്രൗണ്ട് വാട്ടർ എത്രത്തോളം ലഭ്യമാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ അടുത്തത് ഹൈഡ്രോളജിക് സർവേ. ഹൈഡ്രോളജിക് സർവേ എന്ന് പറയുമ്പോൾ വാട്ടർ റിലേറ്റഡ് ആണ് അല്ലേ, വെള്ളം. ജിയോളജിക്കൽ എന്ന് പറയുമ്പോൾ മണ്ണിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഹൈഡ്രോളജിക്കൽ പഠിക്കുന്ന വെള്ളത്തിനെ കുറിച്ചാണ്. When any storage work is being planned, it's essential to ascertain whether the required amount of water is available for storage or not. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? നമ്മളിപ്പോൾ ഒരു ഡാം ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ ആ ഡാമിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വെള്ളം വന്ന് ചേരുവോ എന്നുള്ളത് അറിയണം അല്ലേ. നമ്മുടെ ആ കാച്ച്മെന്റ് ഏരിയയിൽ ഹൈ റൺ ഓഫ് ഉണ്ടായിരിക്കണം. നല്ല റൺ ഓഫ് ഉണ്ടെങ്കിലേ വെള്ളം മുഴുവൻ നമ്മുടെ ബേസിനിലേക്ക് വന്ന് ചേരും അല്ലേ. അപ്പൊ അങ്ങനെ വെള്ളം വന്ന് ചേരാൻ വെള്ളം ഉണ്ടോ, എവിടുന്നാണ് വെള്ളം വന്ന് ചേരുക എന്നുള്ളതൊക്കെ പഠിക്കണം. അപ്പൊ in this survey the runoff pattern at the site of the dam is studied for number of years. അപ്പൊ നമ്മൾ കുറേ കൊല്ലത്തെ ഡേറ്റാസ് നമ്മൾ എടുക്കും. കുറേ കൊല്ലം എങ്ങനെയാണ് ആ ഒരു സ്ഥലത്ത് വെള്ളം വരുന്ന പാറ്റേൺ, അവിടുത്തെ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ രീതി മനസ്സിലാക്കും. On the basis of previous records, future predictions can be made. അപ്പോൾ മുന്നത്തെ റെക്കോർഡ്സ് വെച്ച് നമ്മൾ ഭാവിയിൽ ഇങ്ങനെ ആവാം എന്ന് predict ചെയ്യും. The highest water levels attained during highest floods in a season are noted to design the spillway capacity. എന്നിട്ട് നമുക്കറിയാം, നമുക്കൊരു ഡാം ഉണ്ടാവുമ്പോൾ അതിന് സ്പിൽവേ വേണം അല്ലേ. അതായത് അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വെള്ളം ഒഴുകാൻ ഞാൻ പറഞ്ഞ ആ സ്ലോപ്പിംഗ് ആയിട്ടുള്ള സ്ട്രക്ചർ, അതാണ് സ്പിൽവേ. അപ്പൊ ആ സ്പിൽവേ ഡിസൈൻ ചെയ്യണമെങ്കിൽ എത്രത്തോളം കപ്പാസിറ്റി വെള്ളം അതിന് ക്യാരി ചെയ്യണം എന്നുള്ളത് അറിയണം അല്ലേ. അപ്പൊ അതിനെങ്ങനെയാ നോക്കുക? ആ ഒരു ഭാഗത്ത് ഉണ്ടായ ഹയസ്റ്റ് ഫ്ലഡ്, ഏറ്റവും വലിയ ഫ്ലഡ്, ആ ഫ്ലഡ് എത്രത്തോളം ആയിരുന്നു, അതായത് എത്രത്തോളം വെള്ളം ആ ഒരു ഫ്ലഡിൽ വന്നു എന്നുള്ളത് വെച്ചാണ് നമ്മൾ സ്പിൽവേന്റെ കപ്പാസിറ്റി ഡിസൈൻ ചെയ്യാം. കാരണം ഭാവിയിൽ അതേപോലെ വലിയൊരു ഫ്ലഡ് വന്നാൽ ആ സ്പിൽവേക്ക് താങ്ങാൻ സാധിക്കണം, അത് പൊട്ടിപ്പോവാൻ പാടില്ല അല്ലേ. അപ്പോൾ ആ ഒരു വാട്ടർ വെള്ളത്തിന്റെ ഡിസ്ചാർജിലാണ് നമ്മുടെ സ്പിൽവേ കപ്പാസിറ്റി ഡിസൈൻ ചെയ്യുന്നത്. The primary survey therefore gives full data of various sites under consideration. അപ്പോൾ നമ്മുടെ പ്രൈമറി സർവേയിൽ എല്ലാ ഡേറ്റയും കിട്ടും. At this stage, some sites are discarded being uneconomical. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ റെക്കഗ്നൈസിംഗ് സർവേ ചെയ്തല്ലോ, റെക്കഗ്നൈസിംഗ് സർവേ ചെയ്ത് നമ്മൾ കുറേ സൈറ്റ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ എല്ലാ സൈറ്റിന്റെയും പ്രൈമറി സർവേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ എല്ലാ സൈറ്റിന്റെയും പ്രൈമറി സർവേ ചെയ്ത് ഏതൊക്കെ സൈറ്റ്സ് ആണോ അൺഎക്കണോമിക്കൽ ആയി വരുന്നത്, അതായത് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഒക്കെ കൂടുതലായി വരുന്നത്, ആ സൈറ്റുകളൊക്കെ ഒഴിവാക്കി നമുക്കൊരു സൈറ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്യും.
ഫൈനൽ ആൻഡ് ഡീറ്റെയിൽഡ് കൺസിഡറേഷൻസ് ആർ ലെഫ്റ്റ് ഓൺലി വിത്ത് ഫ്യൂ സൈറ്റ്സ്. അപ്പൊ ആകെ കുറച്ച് സൈറ്റുകളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അടുത്ത ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുള്ളൂ. ഈ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്? ഓഫീസ് സ്റ്റഡീസ് ആൻഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് ഫ്യൂ സെലക്ടഡ് സൈറ്റ്സ് ആർ പ്രിപ്പയർഡ്. അപ്പൊ എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. നമ്മുടെ ആ അവസാനം നമുക്ക് 1 or 2 മാക്സിമം ഒരു 3 സൈറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു 3 സൈറ്റിന്റെ മാത്രം എസ്റ്റിമേറ്റ്സ് ഉണ്ടാക്കും. The detailed designs are made and cost is estimated. എന്നിട്ട് നമ്മൾ അവിടുത്തെ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് അവിടുത്തെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. അതാണ് എസ്റ്റിമേഷൻ അല്ലേ? അപ്പൊ എസ്റ്റിമേറ്റ് ചെയ്യും. എന്നിട്ട് റിലേറ്റീവ് മെറിറ്റ്സ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അവിടുത്തെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ നോക്കും. അങ്ങനെ ആ ഒരു സൈറ്റ് മാത്രമാണ് നമ്മൾ പിന്നെ എന്താണ് ഡാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ സർവേ ചെയ്യുന്നത്, നമ്മുടെ ഡാം സൈറ്റിനെ സർവേ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ടേംസ് ആണ് ഡാമിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ആണ്. അത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ കുറച്ച് നോക്കി വെച്ചതാണ്, പക്ഷേ എങ്കിൽ ഒന്നും കൂടെ നോക്കാം. അപ്പോൾ ആദ്യത്തേത് ഫുൾ റിസർവോയർ ലെവൽ. അപ്പൊ ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് നമ്മുടെ വിയർ അല്ലെ? ഡാമിലുള്ള വിയറിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ വിയറിന്റെ പല ലെവലിലാണ് നമ്മുടെ വെള്ളം വന്ന് നിൽക്കുക. അപ്പൊ ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിനും കുറച്ചും കൂടെ മുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ വളരെ താഴേക്ക് പോകും അല്ലെ വാട്ടർ ലെവല്. അപ്പൊ അങ്ങനെ ഓരോ ലെവൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫുൾ റിസർവോയർ ലെവൽ എന്താണ്? ഫുൾ റിസർവോയർ ലെവൽ ദ ലെവൽ അപ് ടു വിച്ച് വാട്ടർ ഇസ് ജനറലി സ്റ്റോർഡ്. സാധാരണ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു മാക്സിമം ലെവൽ, അതാണ് ഫുൾ റിസർവോയർ ലെവൽ. അപ്പൊ ഈ സ്പിൽവേ ക്രസ്റ്റ് ഈസ് ഫിക്സഡ് അറ്റ് ദിസ് ലെവൽ. അപ്പൊ സാധാരണയായി നമ്മൾ ഒരു റിസർവോയറിൽ കാണുന്നത് ഫുൾ റിസർവോയർ ലെവലാണ്. അപ്പൊ ആ ഫുൾ റിസർവോയർ ലെവലിന്റെ തൊട്ട് മുകളിലായിരിക്കും നമ്മുടെ സ്പിൽവേന്റെ ഓപ്പണിംഗ് കൊടുക്കുന്നത്. അതായത് ഈ FRL നിന്ന് ഒന്ന് മുകളിലേക്ക് വെള്ളം കയറിയാൽ എന്ത് പറ്റും? ആ വരുന്ന വെള്ളം അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുകും, സ്പിൽവേ വഴി അല്ലെ? അപ്പൊ അതാണ് FRL, ഫുൾ റിസർവോയർ ലെവൽ. പിന്നെ അടുത്തത് മാക്സിമം വാട്ടർ ലെവൽ. ഇപ്പൊ മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഈ ഫ്ലഡ് സീസണിൽ മാത്രം എന്ത് പറ്റും? കുറച്ച് കൂടും, വെള്ളം കൂടും അല്ലെ? മഴ കൂടുതൽ പെയ്യുമ്പോൾ FRL നിന്നും കുറച്ചുകൂടെ വെള്ളത്തിന്റെ ലെവല് കൂടും. അങ്ങനെ മാക്സിമം എത്രമാത്രം കൂടും എന്നുള്ളതാണ് മാക്സിമം വാട്ടർ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായിച്ചു നോക്കാം. ഡ്യൂറിംഗ് ഫ്ലഡ് സീസൺ ദ റിസർവോയർ അറ്റൈൻസ് ദിസ് ലെവൽ. അപ്പൊ ഫ്ലഡ് സീസണിൽ, അതായത് മഴക്കാലത്ത് പോകുന്ന ലെവലാണ് HFL, ഹൈ ഫ്ലഡ് ലെവൽ, അല്ലെങ്കിൽ മാക്സിമം വാട്ടർ ലെവൽ. It is also called high flood level or maximum water level. The dam and spillway sections are designed to withstand water pressure at this level. അപ്പൊ നമ്മളൊരു ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ HFL-നാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതായത് HFL എത്രത്തോളം വെള്ളം വരും, ആ വെള്ളത്തിൽ വരുന്ന പ്രഷർ, ആ വെള്ളത്തിന് ഒരു പ്രഷർ ഉണ്ടാവും അല്ലെ? ആ പ്രഷർ നമ്മുടെ വിയറിന്റെ മുകളിലേക്ക് കൊടുക്കും, എക്സേർട്ട് ചെയ്യും. അപ്പൊ ആ പ്രഷർ താങ്ങാൻ ഉള്ള പാകത്തിനാണ് നമ്മൾ നമ്മുടെ വിയർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, FRL അല്ല ഡിസൈൻ ചെയ്യുന്നത്, HFL-ലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, FRL-ന്റെ മുകളിലാണ് നമ്മൾ സ്പിൽവേ വെക്കുന്നത്. കാരണം അതിന് മുകളിലേക്ക് വെള്ളം വന്നാൽ അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വെള്ളം ഒഴുകിപ്പോണം. ഓക്കെ, പിന്നെ അടുത്തത് ഫ്രീ ബോർഡ്. ഫ്രീ ബോർഡ് എന്താണ്? To prevent overtopping of a dam during the period of peak flood, a sufficient margin is left between FRL and top of the dam. അപ്പൊ നമ്മൾ പൊതുവേ നമ്മൾ കൺസിഡർ ചെയ്യുക FRL ആണ്, ഫുൾ റിസർവോയർ ലെവൽ. അപ്പൊ ഈ ഫുൾ റിസർവോയർ ലെവലിൽ നിന്ന് ടോപ്പ് ഓഫ് ദ ഡാം, ഇതാണ് ഡാമിന്റെ ടോപ്പ് അല്ലെ, ക്രസ്റ്റ് എന്നൊക്കെ പറയും.
അപ്പോൾ ആ ഒരു ഡാമിന്റെ ടോപ്പ് വരെ ഉള്ള ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടില്ലേ? അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയാ? ഫ്രീ ബോർഡ് എന്ന് പറയാം. കാരണം ഈ ഫ്രീ ബോർഡ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? ഈ വെള്ളം ഈ ക്രസ്റ്റിന്റെ മുകളിലൂടെ ഒഴുകും. നമ്മൾ നേരത്തെ പഠിച്ച ഓവർഫ്ലോ ഡാം അല്ലെ? 2 ടൈപ്പ് ഓഫ് ഡാംസ് പഠിച്ചിരുന്നു, ഓവർഫ്ലോ ഡാം ആൻഡ് നോൺ ഓവർഫ്ലോ ഡാം. അപ്പൊ ഈ ഫ്രീ ബോർഡ് കൊടുക്കുന്നത് എന്തിന്റെയാ? നോൺ ഓവർഫ്ലോ ഡാംസിന്. ഇതില്ലെങ്കിൽ എന്ത് പറ്റും? ക്രസ്റ്റിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകി പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ക്രസ്റ്റിന്റെ മുകളിലൂടെ ഒഴുകില്ല. എന്താണ്? ഈ FRL നിന്ന് മുകളിലേക്ക് പോയാൽ ഈ വെള്ളം സ്പിൽവേ വഴി താഴോട്ട് ഒഴുകും. ഓക്കെ, പിന്നെ അടുത്തത് ഗ്രോസ് ഫ്രീ ബോർഡ്. ഗ്രോസ് ഫ്രീ ബോർഡ് എന്ന് വെച്ചാൽ the difference of level between the FRL and top of the dam. അതായത് നമ്മൾ ഇപ്പൊ പഠിച്ചത് ഈ ഫ്രീ ബോർഡ് തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രോസ് ഫ്രീ ബോർഡും ഒന്ന് നെറ്റ് ഫ്രീ ബോർഡും. ഈ ഗ്രോസ് ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് FRL നിന്ന് ടോപ്പ് ഓഫ് ദ ഡാം, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പൊതുവേ നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഫ്രീ ബോർഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, FRL നിന്ന് ടോപ്പ് ഓഫ് ദ ഡാം വരെ ഗ്രോസ് ഫ്രീ ബോർഡ്. പിന്നെ ഈ നെറ്റ് ഫ്രീ ബോർഡ് എന്താണ്? നമ്മുടെ മാക്സിമം വാട്ടർ ലെവലിൽ വെള്ളം വരികയാണെങ്കിൽ ആ വാട്ടർ ലെവൽ മുതൽ ടോപ്പ് ഓഫ് ദ ഡാം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതാണ് നെറ്റ് ഫ്രീ ബോർഡ്. ഓക്കെ, ഡിഫറൻസ് ഓഫ് ലെവൽ ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് ദ ഡാം ആൻഡ് മാക്സിമം വാട്ടർ ലെവൽ. ഓക്കെ, അപ്പൊ മാക്സിമം വാട്ടർ ലെവലും ഡാമിന്റെ മുകൾ ഭാഗവും ആയിട്ടുള്ള ആ ഡിസ്റ്റൻസ് ആണ് നെറ്റ് ഫ്രീ ബോർഡ്. ഓക്കെ, ഗ്രോസ് എന്ന് പറയുന്നത് വലുത് അല്ലേ? ആ വലിയ വാല്യൂ ആണ്. അപ്പൊ FRL നിന്ന് ടോപ്പ് ഓഫ് ദ ഡാം വരെ. നെറ്റ് എന്ന് പറയുന്നത് മാക്സിമം വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഹൈ ഫ്ലഡ് ലെവൽ, HFL നിന്ന് ടോപ്പ് ഓഫ് ദ ഡാം വരെ. ഇതാണ് നെറ്റ് ഫ്രീ ബോർഡ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി സ്ലൈറ്റ്ലി മോർ ദാൻ ദ ബിഗ്ഗസ്റ്റ് വേവ്. ഇപ്പൊ എന്താ പറയുന്നത്? ഏറ്റവും വലിയ വേവ് നേക്കാൾ കൂടുതലായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഫ്രീ ബോർഡ്. അല്ലെങ്കിൽ എന്ത് പറ്റും? ആ വേവ് വന്നു കഴിഞ്ഞാൽ ക്രസ്റ്റിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകി പോവും അല്ലേ? അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഫ്രീ ബോർഡ് കുറച്ചും കൂടെ വലുതായിരിക്കണം. ആ വരുന്ന വെള്ളത്തിന്റെ വേവിനേക്കാളും കൂടുതലായിരിക്കണം നെറ്റ് ഫ്രീ ബോർഡ്. ഓക്കെ, പിന്നെ അടുത്തത് ഡെഡ് സ്റ്റോറേജ്. എന്താണ് ഡെഡ് സ്റ്റോറേജ്? പാർട്ട് ഓഫ് സ്റ്റോർഡ് വാട്ടർ ഇൻ ദ റിസർവോയർ വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഫോർ യൂസ്. അതായത് നമ്മളിപ്പോ ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ആ സ്റ്റോർ ചെയ്ത് വെച്ച എല്ലാ വെള്ളവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ? അടിഭാഗത്തെത്തുമ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് ആ വെള്ളം അടിഭാഗത്തെത്തി, അടിഭാഗത്തൊരു എക്സ്റ്റെൻഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ വെള്ളമാണ് ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. നോക്കൂ ഒന്നുകൂടെ. പാർട്ട് ഓഫ് സ്റ്റോർഡ് വാട്ടർ ഇൻ ദ റിസർവോയർ വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഫോർ യൂസ്. അതായത് ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗശൂന്യമായിട്ടുള്ള ആ വെള്ളം, അടിയിൽ നിൽക്കുന്ന വെള്ളം. സ്റ്റോറേജ് ഓഫ് വാട്ടർ ബിലോ ദ സിൽ ഓഫ് ദ ലോവസ്റ്റ് സപ്ലൈ സ്ലൂയിസ്. അപ്പൊ ഈ കാണുന്നത് ഇതൊക്കെ സ്ലൂയിസുകളാണ്. ഓക്കെ, സ്ലൂയിസ് എന്ന് പറഞ്ഞാൽ പൈപ്പ്, വെള്ളം ക്യാരി ചെയ്യുന്ന പൈപ്സ്, വെള്ളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പൈപ്സ്. അപ്പോൾ ഈ ഏറ്റവും താഴെ നമ്മൾ കൊടുക്കുന്ന സ്ലൂയിസിനെക്കാട്ടിലും താഴേക്ക് വെള്ളം പോയാൽ പിന്നെ നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതാണ് പറയുന്നത് സ്റ്റോറേജ് ഓഫ് വാട്ടർ ബിലോ ദ സിൽ ഓഫ് ലോവസ്റ്റ് സപ്ലൈ സ്ലൂയിസ്. ഏറ്റവും താഴത്തെ സ്ലൂയിസിനേക്കാൾ താഴേക്ക് വെള്ളം പോയാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ വെള്ളത്തിനെയാണ് ഡെഡ് സ്റ്റോറേജ് എന്ന് പറയാം. Dead storage is provided to contain the silt load coming in the reservoir. എന്തിനാണ് അപ്പൊ നമ്മൾ ഡെഡ് സ്റ്റോറേജ് കൊടുക്കുന്നത്? നമ്മുടെ വെള്ളത്തില് കുറെ സിൽറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെ? സെഡിമെന്റ്സ്, എന്താ പറയാ, മൺതരികൾ ഉണ്ടാവും. ആ മൺതരികള് വന്ന് അടിഞ്ഞുകൂടും അല്ലെ? താഴേക്ക് അടിഞ്ഞുകൂടും. അപ്പൊ ആ മൺതരികളെ ക്യാരി ചെയ്യുന്നതാണ് ഈ ഡെഡ് സ്റ്റോറേജ്. ഓക്കെ, അവിടെയാണ് കൂടുതൽ സിൽറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ആ സ്ലൂയിസ്, അവസാനത്തെ സ്ലൂയിസും നമ്മൾ കുറച്ച് പൊക്കത്തിലാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ഏറ്റവും അടിയിൽ കൊണ്ടുപോയിട്ട് ആ സ്ലൂയിസ് കൊടുക്കില്ല.
ഏറ്റവും അടിയിൽ കൊടുത്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ താഴെ നിൽക്കുന്ന ആ ഒരു സിൽറ്റ് പാർട്ടിക്കിൾസ് ആ പൈപ്പിലൂടെ ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുകും അല്ലേ? അപ്പൊ അങ്ങനെ ആ സിൽറ്റ് ഒഴുകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ലാസ്റ്റ് സ്ലൂയിസ് കുറച്ച് മുകളിലേക്ക്, ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്നത് പോലെ കുറച്ച് മുകളിലേക്കാണ് കൊടുക്കുക. ഓക്കെ. പിന്നെ അടുത്തത് ലൈവ് സ്റ്റോറേജ്. ലൈവ് സ്റ്റോറേജ് എന്താണ്? ഓൾസോ കോൾഡ് ആസ് അവൈലബിൾ സ്റ്റോറേജ്. അപ്പൊ ഡെഡ് സ്റ്റോറേജിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? നമുക്ക് എത്രത്തോളം വെള്ളം ഉപയോഗിക്കാൻ സാധിക്കും അതിനെയാണ് ലൈവ് സ്റ്റോറേജ് എന്ന് പറയാം. അതിന്റെ വേറെ പേരാണ് അവൈലബിൾ സ്റ്റോറേജ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് സ്റ്റോറേജ് ആൻഡ് ഡെഡ് സ്റ്റോറേജ്. അതായത് ഗ്രോസ് സ്റ്റോറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ വാട്ടർ സ്റ്റോർഡ് അല്ലേ? മുഴുവനായിട്ട് എത്ര വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ട് അതാണ് ഗ്രോസ് സ്റ്റോറേജ്. അതിൽ നിന്ന് ഡെഡ് സ്റ്റോറേജ് നമ്മൾ പഠിച്ചു. നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള ആ വെള്ളം, അടിഭാഗത്ത് നിൽക്കുന്ന വെള്ളം, അതാണ് ഡെഡ് സ്റ്റോറേജ്. അപ്പൊ ഗ്രോസ് മൈനസ് ഡെഡ് സ്റ്റോറേജ് ഗിവ്സ് ലൈവ് സ്റ്റോറേജ് അല്ലേ? ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളത്തിനെയാണ് ലൈവ് സ്റ്റോറേജ് എന്ന് പറയും. ഓക്കെ. ഇനി കുറച്ചുകൂടെ ടേംസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ താങ്ക് യു.